രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി. ടി ജി കണ്ടോ? ലിസ്റ്റ് കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? കൊള്ളാം, തിരക്കേടില്ല. ആകെ ഈ CPM പ്രതീക്ഷിച്ച പോലെ മുസ്ലിങ്ങളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അവർ മനഃപൂർവ്വം തന്നെ അലൗ ചെയ്തിരിക്കുകയാണ്. അവരുടെ വോട്ട് ബേസായി നമ്മൾ കാര്യം വലിയ മതേതരത്വം സംഗതിയൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പിനോട് അടുത്ത് കഴിയുമ്പോൾ എല്ലാവരും ജാതിയും മതമൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈഴവരെ അവർ തഴഞ്ഞു. രണ്ടുപേരേ ഉള്ളൂ മനസ്സിലാക്കണം. ജോയിയും എന്ത് ഭംഗിയുണ്ട്, 2 or 3 ഏതായാലും അവരുടെ വൻ വോട്ട് ബേസാണ് ഈഴവർ. അവർക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. അത് വേറെ ഏതെങ്കിലും രീതിയിൽ അവർ പറഞ്ഞൊതുക്കുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഏതായാലും അതാണ് എൻ്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. പിന്നെ ഈ ആറ്റിങ്ങൽ നിർത്തിയ സ്ഥാനാർത്ഥി ജോയ് വർക്കല MLA ആണ്. അങ്ങനെ തീരെ പോരാ. ഇല്ല, അല്ല, MLA ആയിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. MLA ആയിട്ട് ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു. പക്ഷേ ഒരു സ്റ്റേച്ചർ പോരാ. അടൂർ പ്രകാശ് പിന്നെ വി മുരളീധരനാണ് 3 ഈഴവ കാൻഡിഡേറ്റ്സ് വരുന്നതോടെ. അതിൽ ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ വി മുരളീധരൻ ഈഴവയല്ല, തീയാണ്. തീയ ഈഴവ ഒരു പ്രശ്നം ഉണ്ട്. അതൊരു നമ്മുടെ തിരുവിതാംകൂറിലുണ്ടോ അങ്ങനെ? തിരുവിതാംകൂറിലുണ്ട്. മലബാറിലെ തീയന്മാർ ഈഴവരുമായിട്ട് വലിയ ലോഹിയല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ചിലയിടത്തൊക്കെ ഉണ്ട്. തിരുവിതാംകൂറിലെ ഈഴവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീയന്മാരെ അവർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് യു കനോട്ട് വെൻ യു ഗോ ടു ദ മൈന്യൂട്ട് കാസ്റ്റ് ഇക്വേഷൻസ് ഒരു ഈഴവനെ തീയനെ വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല. പൊതുവേ ഒരു ധാരണയാണ് ഈഴവൻ തീയൻ. ഇതൊക്കെ ഈ സംവരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് അവരെല്ലാം തുല്യരാണെന്നൊക്കെ. ഇതിനകത്ത് സബ് കാസ്റ്റ് ഡിവിഷൻസൊക്കെ ഞാൻ അത് വെച്ചിട്ട് പറയല്ല, ജാതി വെച്ച് പറയല്ല. ഈ 2 പേരുടെയും മുരളീധരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും സ്റ്റേച്ചർ വെച്ച് നോക്കുമ്പോൾ ജോയി ഒരല്പം താഴെയാണ്. പക്ഷേ MLA ആണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊരു അഡ്വാൻറ്റേജ് അല്ല എന്ന് ലോക്സഭയിൽ. വർക്കലയിൽ നിന്നുള്ള MLA ആണ്. ആയിക്കോട്ടെ, ഇപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് അല്ല നിങ്ങൾക്ക്. നിങ്ങൾ MLA ആയിരിക്കാം. പക്ഷേ ഈ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളുടെ സ്റ്റേച്ചറുമായിട്ട് നോക്കുമ്പോൾ ഒരാൾ കേന്ദ്രമന്ത്രി, മറ്റേ ആൾ കേരളത്തിൽ പലതവണ മന്ത്രിയായിരുന്നു. അതുകൂടാതെ അസാമാന്യമായിട്ട് ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ആളാണ്. അടൂർ പ്രകാശ് അടൂരുകാരനായിരിക്കാം ഒരു പക്ഷേ ജന്മം കൊണ്ട്. പക്ഷേ ആറ്റിങ്ങൽ അദ്ദേഹം അത്രയധികം ജനപ്രിയനാണ് അടൂർ പ്രകാശ്. ആ സ്റ്റേച്ചറുമായിട്ട് നോക്കുമ്പോൾ ജോയി അത്ര പോരാ. വി മുരളീധരനെയും അടൂർ പ്രകാശിനെയും കേരളത്തിലെല്ലാവരും അറിയും, ജോയിയെ അറിയില്ല. സ്വന്തം നിയോജകമണ്ഡലത്തിന് പുറത്ത് എന്ത് ഒരു സ്വാധീനമുണ്ട്? അല്ല, അതുകൊണ്ട് പോട്ടെ, നിയമസഭയിൽ ജോയി എന്ന് പറയുന്ന MLA തിളങ്ങിയ ഒരവസരമാണ്. അതെ, അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്നത് മുരളിയും അടൂർ പ്രകാശും തമ്മിലായിരിക്കും മത്സരം എന്നാണോ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടാണോ ജോയിയെ നിർത്തിയിരിക്കുന്നതും എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലും ഉപേക്ഷിച്ചു. ആർക്ക് വേണ്ടി എന്ന് എനിക്കറിയില്ല. ഉപേക്ഷിച്ചതാണ്. ഞാൻ ഈ സ്റ്റേച്ചർ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരും. വന്നോട്ടെ, എനിക്ക് തന്നെ അറിയാം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യാഖ്യാനവും ഞാൻ പറയാത്തത്. അതെ, പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. അത് അടൂർ പ്രകാശിനെ സഹായിക്കാനാണെന്ന് പറയാം, മുരളീധരനെ സഹായിക്കാനാണെന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറി ഇപ്പോൾ ജോയിയെ ഇതിൽ വെച്ച് ഒതുക്കാനാണെന്ന് പറയാം. അല്ല, ജോയിയെ ഒതുക്കേണ്ട കാര്യമൊന്നും അതിനുള്ള ഒന്നും ഇല്ല ജോയി. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു വേറെ തിയറി, ഒരു കോൺസ്പിറസി തിയറി എന്നൊക്കെ പറയുന്ന പോലെ മുരളീധരനെ ജയിപ്പിക്കാൻ മറ്റ് ചില കേസുകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് സർക്കാരിന്, CPM-ന്, പിണറായിക്കൊക്കെ താല്പര്യമുണ്ടെന്നൊരു വായന ചിലയിടത്ത് നടക്കുന്നുണ്ട്. ഈ അത്തരം വായനകളുടെ ബേസിസിലല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലേ. ഈ 2 പേരുടെ സ്റ്റേച്ചറുമായിട്ട് നോക്കുമ്പോൾ ജോയി ഒരു സംശയമില്ല. പിന്നെ ജോയിക്ക് പാർട്ടിക്കുള്ളിൽ ശത്രുക്കളൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. പാർട്ടിക്കുള്ളിലെ ചില്ലറ ലോക്കൽ പ്രശ്നങ്ങൾ, ആനാവൂർ നാഗപ്പൻ, ഇതുപോലത്തെ ഫാക്ടറുകളൊക്കെ ഉണ്ട് ജോയിക്കെതിരെ. അപ്പോൾ ജോയിയെ ഒരുപക്ഷെ ഒതുക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതുമാകാം. അല്ല, അങ്ങനെയാണെങ്കിൽ കൊല്ലത്തെന്തിനാ മുകേഷ് മത്സരിക്കുന്നത്? കൊല്ലത്ത് വേറൊരു സ്ഥാനാർത്ഥിയില്ലാന്ന്.
കൊല്ലത്ത് CPM ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞ് പ്രേമേന്ദ്രനുമായിട്ട് എതിർത്ത് നിൽക്കാൻ. ചിന്താ ജെറോമിനെ നിർത്താമായിരുന്നു. അല്ല, അതൊരു, ഞാൻ പറയട്ടെ, ഈ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനകത്ത് അപഹാസ്യമായ തമാശകൾ കൊണ്ടുവരരുത്. അല്ല, തമാശ കൊണ്ടുവരാം, പക്ഷേ അപഹാസ്യമായത്. ചിന്താ ജെറോമൊക്കെ സോ ട്രിവിയൽ എ തിങ്. പക്ഷേ അല്ല TG, അതിന് തമാശ മാത്രമല്ല, ഒരു സീരിയസ് ഫാക്ടർ പോലും ഉണ്ട്. അതായത് ഞാനൊരു ജനപ്രതിനിധിയാണ്, രാത്രി 10 മണിക്ക് ശേഷം എൻ്റെ ഫോണിൽ വിളിക്കാൻ പാടില്ല എന്ന് പച്ചത്തറി പറയുന്ന ഒരു MLA. അത്രയും ജനങ്ങൾക്ക് മടുപ്പുളവാക്കിയ ജനവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയ ഒരാളെക്കാൾ എത്രയോ ഭേദമാണ് ചിന്ത. ഞാൻ മുകേഷിനെ ഡിഫെൻഡ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഫോൺ കോൾ പുറത്ത് വന്നതിൽ അതൊന്നും വലിയ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. ഇല്ല, അയാൾ വിളിച്ച അയാളുടെ കൂടെ ഒരുപാട് പേരുണ്ട്. എന്തിനാണ് അയാളെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ആ നേരത്ത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകാൻ പോകുന്നില്ല. CPM വാസ്തവത്തിൽ കൊല്ലത്ത് അവർക്ക് കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി ഇല്ല പ്രേമേന്ദ്രൻ്റെ എതിരെ നിർത്താൻ. പിന്നെ അവർ നോക്കിയപ്പോൾ ഉള്ളതിൽ ഭേദം മുകേഷാണ്, അതുകൊണ്ട് മുകേഷിനെ നിർത്തുന്നു. വാസ്തവത്തിൽ CPM അറിയാം കൊല്ലത്ത് ഇത്തവണ അവർക്ക് രക്ഷയില്ല. അപ്പോൾ TG പറഞ്ഞു വരുന്നത് 2 സീറ്റാണ് ഈഴവ കമ്മ്യൂണിറ്റി കൊടുത്തത്, 2ഉം കട്ടപ്പുക. അങ്ങനെ കടുപ്പപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ. ഞാനിപ്പോഴത്തെ പ്രാഥമികമായ ഒരു നിരീക്ഷണമാണ് ഈ പറയുന്നത്. അതിനപ്പുറത്ത് രാഷ്ട്രീയം ഒരുപാട് മാറി ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും. TG, ഒരു മന്ത്രി, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ, 3 ജില്ലാ സെക്രട്ടറിമാർ, അങ്ങനെ അതിഗംഭീരന്മാരായ കരുത്തന്മാരായ സ്ഥാനാർത്ഥികളാണ്. അതെ, ഞാനീ പറയട്ടെ, ഈ നിങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കും, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും, അതിന് നാട്ടുകാർക്ക് എന്താ? എനിക്കിത് മനസ്സിലാവില്ല. അയാൾ ജില്ലാ സെക്രട്ടറിയാണ്, അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താവുക? തനിക്കൊരു സംഘടനയുണ്ട്, താൻ അതിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, അതുകൊണ്ട് എനിക്കിത് ഞാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇപ്പം ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നു, അതിൻ്റെ പോളിറ്റ് ബ്യൂറോ പ്രസിഡൻറ്റ് ഞാനാണ്. എന്നിട്ട് ഞാൻ പറയുന്നു പോളിറ്റ് ബ്യൂറോ പ്രസിഡൻറ്റ് മത്സരിക്കുകയാണ്. നാട്ടുകാർ ഞങ്ങൾക്ക് എന്താടും? താൻ ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ നേതാവ് താനാണ്, അതിന് നമ്മളെന്ത് വേണം? ഇതൊന്നും ജനങ്ങൾക്കൊരു വിഷയമൊന്നുമില്ല. നിങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലേ? ഈ അങ്ങനെ ഒരു കാമ്പയിൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സുനിൽ, ഈ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡൽഹിയിൽ പാൻ്റ് ഇട്ടവർ യോഗം കൂടിയ പോളിറ്റ് ബ്യൂറോ, തിരുവനന്തപുരത്ത് മുണ്ടെടുത്തവർ യോഗം ഇതേ ആൾക്കാർ തന്നെ മുണ്ടെടുത്തവർ യോഗം കൂടി കഴിയുമ്പോൾ സംസ്ഥാന കമ്മിറ്റി. ഇതല്ലേ സാധനം? ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അവിടെ ചെന്ന് പാൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരേ ആൾക്കാരല്ലേ ഇതൊക്കെ? അല്ല, ആരോ പറഞ്ഞ തമാശയാണല്ലോ, പ്രകാശ് കാരാട് ഉറങ്ങിക്കിടക്കുന്ന വൃന്ദാകാരനെ തട്ടി ഉണർത്തിയാൽ അവൈലബിൾ PBI. അത്ര ചെറിയൊരു സ്ഥാപനമാണ് അത്. ഞാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, 3 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, 4 ജില്ലാ സെക്രട്ടറിമാർ, 35 ഏരിയ സെക്രട്ടറിമാർ, എന്ത് തേങ്ങ? ഇതൊന്നും ജനങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ പൊങ്ങച്ചം പറയുകയും വേണ്ട. ഈ മറ്റ് LDF സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താ അഭിപ്രായം? മറ്റ് മണ്ഡലങ്ങളിൽ TG നോക്കിക്കാണുമല്ലോ. തരക്കേടില്ല. ആകെ എനിക്ക് തോന്നുന്നത് KK ശൈലജയെ ഒതുക്കാനായിട്ടാണ് വടകരയിൽ നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റേ ചന്ദ്രശേഖരൻ കേസ് കൂടെ വന്നപ്പം ഇല്ല, ഈ മനോരമയാണോ റിപ്പോർട്ടറാണോ ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ അടുത്ത ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അവർ സർവേ നടത്തി. അതിൽ ഒരുപാട് സ്ഥലത്ത് KK ശൈലജ പിണറായി വിജയനേക്കാൾ കൂടുതൽ വന്നു. പിണറായി വിജയൻ 27, KK ശൈലജ 52. ഇങ്ങനെയൊക്കെ പല നിയോജകമണ്ഡലങ്ങളിൽ പല റിസൾട്ട് വന്നു. ചിലത്തൊക്കെ പിണറായി വിജയൻ കൂടുതൽ. ബട്ട് KK ശൈലജ ഒരു സ്ട്രോങ് കണ്ടൻറ്ററാണ്. അടുത്ത തവണ CM-ന് വേണ്ടി 3ാം LDF സർക്കാർ വരികയാണെങ്കിൽ പിണറായി വിജയൻ്റെ ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ച പോലെ മുഹമ്മദ് റിയാസ് ആയിരിക്കില്ല ജനപ്രിയ നായികയായിട്ട് KK ശൈലജ വരും എന്ന് അദ്ദേഹം ഭയക്കുന്നു. അപ്പോൾ KK ശൈലജയെ തീർക്കാനായിട്ട് വടകരയിൽ നിർത്തുക. വടകരയിൽ നിർത്തി തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം TP ചന്ദ്രശേഖരൻ്റെ തലയിൽ വയ്ക്കുകയും ചെയ്യാം. കോടതി വിധി വന്നു, ജനങ്ങൾ അതിൻ്റെ അതുകൊണ്ട് വടകരയിൽ തോറ്റു എന്ന് പറയുകയും ചെയ്യാം. ശൈലജ അതോടെ എങ്ങുമല്ലാതായി തീരുകയും ചെയ്യും. ഒരു പക്ഷേ പുള്ളിക്കാരി മത്സരിക്കുന്നില്ല എന്ന സ്റ്റാൻഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഒബ്വിയസ് ആണല്ലോ, അവർക്കറിയാമല്ലോ. ഒന്നാമത് അവരെന്താ ടൈം മാഗസിൻ്റെ കവറിൽ മാക്സസെ അവാർഡ് വന്നപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. നവകേരള വാങ്ങില്ല എന്നല്ല, വാങ്ങരുതെന്ന് പാർട്ടി പറയുമായിരുന്നു. അവർ വാങ്ങാൻ സാരിയും കൊടുത്ത് റെഡിയായിരുന്നു. ഇവർ സമ്മതിക്കാഞ്ഞുകൊണ്ട് അത് പോയി.
ഇത് കൂടാതെ നവകേരള യാത്രയിൽ അവരേതാണ്ട് എന്താ സ്വാഗത പ്രസംഗം നീണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് നീണ്ടുപോയതുമായിരിക്കാം. ഈ വളവള പ്രസംഗിക്കുന്നത് പിണറായി വിജയൻ നേരത്തെ ഇഷ്ടമല്ല, അത് ശൈലജയൊന്നും മനസ്സിലാക്കണം. അപ്പോൾ പിണറായി വിജയനെ കാണാൻ കൂടിയ ജനക്കൂട്ടത്തെ കണ്ടിട്ട് ഇവരെ ആവേശഭരിതരായിട്ട് ഇവർക്ക് നിർത്താൻ പറ്റുന്നില്ല പ്രസംഗം. അപ്പോൾ മൂപ്പര് ചൂടായി. ഇതൊക്കെ സംഭവിച്ചു. ഏതായാലും ശൈലജ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്സിലല്ല ഇപ്പോൾ. അതുകൊണ്ട് ശൈലജ മിക്കവാറും വടകരയിൽ ബലി കൊടുക്കും. കുറച്ച് വോട്ട് പാർട്ടി മറിക്കും. ബാക്കി ഇവർ RMPയുടെ തലയിലും വെച്ചിട്ട് ശൈലജയുടെ കാര്യം സ്വാഭാവികമാക്കും. തൃശ്ശൂർ ഈ എല്ലാവരും പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ നേരിടാൻ VS സുനിൽകുമാർ വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വന്നല്ലോ, വന്നു. അപ്പോൾ പ്രതാപനും വരും. അപ്പോൾ എന്ത് സംഭവിക്കും? തൃശ്ശൂരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കട്ടെ. ഇപ്പോഴാണ് ഓർത്തത്, രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി. BJP സ്ഥാനാർത്ഥികൾ എവിടെ? എനിക്കറിയാം. ഞാൻ LDF ഒരു മുന്നണിയാണ്. CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് M ഉണ്ട്. ഇവർക്കൊക്കെ സീറ്റും കടിപിടിയൊക്കെ ഉണ്ട്. അത് തീർത്തിട്ട് അവർ ലിസ്റ്റ് അനൗൺസ് ചെയ്തു. കോൺഗ്രസ് അനൗൺസ് ഒന്നും ചെയ്തില്ലെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആ 3-ാം സീറ്റ് ഒഴിച്ച് ബാക്കി ഏകദേശം MP സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റെഡിയായി, ധാരണയായി. ഇതൊന്നും ഇല്ലാത്തതാണ് BJP. ഒരു BJP ഉണ്ട്, ഒരു BDJS ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. BDJSന് എന്തോ 4 സീറ്റെന്ന് നേരത്തെ മുതലൊരു പതിവ് ചട്ടമുണ്ട്. ബാക്കി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJPക്ക് എന്താ കുഴപ്പം? സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിക്കും. ഡൽഹിക്കാർ പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഈ നാടകമൊക്കെ നിങ്ങൾ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. ഒന്നും വേണ്ട, തൃശ്ശൂർ ആ സുരേഷ് ഗോപിയുടെ പേരൊന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക. ആ പാവത്തെ കൊണ്ട് ചുമരിൽ താമരയുടെ ഒരു ഏതള് വരപ്പിക്കുന്നു. അതുവരെ ഇറ്റ്സ് ബിലിറ്റിലിങ് ദാറ്റ് മാൻ. എനിക്ക് സങ്കടം തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോൾ. സ്വന്തം പേരെഴുതാൻ അദ്ദേഹത്തിന് അനുവാദമില്ല ഇപ്പോഴും. യു ആർ ഇൻഫാക്റ്റ് യു ആർ ഇൻസൾട്ടിങ് എ മാൻ. ഇതൊരു പാർട്ടി ചെയ്യാം. പ്രധാനമന്ത്രി തന്നെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ജീപ്പിൽ എഴുന്നള്ളിക്കുകയും കൂടെ ഇരുത്തുകയും മകളുടെ കല്യാണത്തിന് വരികയും ഒക്കെ ചെയ്തിട്ട് ഇറ്റ് വാസ് എ ഡിഫാക്റ്റോ അനൗൺസ്മെൻറ്റ്. മോദി ലൈക്സ് ടു ബി സുരേഷ് ഗോപി ടു ബി ദ കാൻഡിഡേറ്റ് ഇൻ തൃശ്ശൂർ. ബട്ട് ദ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വിൽ ജസ്റ്റ് നോട്ട് കം. അല്ല, അത് കേന്ദ്രത്തിനെങ്കിലും ചെയ്തുകൂടെ? ചെയ്യാമല്ലോ, ചെയ്യുന്നില്ല. ഇനി അവസാനം മാറ്റം ഉണ്ടാവുമോ? എനിക്കറിയില്ല. ഇത് ഞാൻ ഐ വിൽ നോട്ട് ബ്ലെയിം മോദി ഓർ സി മോദി ഈസ് എ പ്രൈം മിനിസ്റ്റർ. അങ്ങേർക്ക് 116,000 കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥിയായോ അതായോ ഇതായോ ഡെയിലി നോക്കാൻ അങ്ങേർക്ക് പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇമാജിൻ ദ പ്രഷർ ഓഫ് എ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അങ്ങേർക്ക് ഈ എല്ലാ ഇതിനാണ് ഈ വേറെ ആളെ വെച്ചിരിക്കുന്നത്. പാർലമെൻ്ററി ബോർഡ്, അതിൻ്റെ സബ് കമ്മിറ്റി, അത് ഇതൊക്കെ വെച്ചിരിക്കുന്ന ഓരോ സ്ഥലത്ത് പ്രഭാരി. ഇവിടെ എന്താ പ്രകാശ് ജാവ്ദേക്കർ എന്നൊക്കെ പറയുന്നത് നടക്കുന്നില്ലേ? ഇവരൊക്കെയാണ് ഇത് നോക്കേണ്ടത്. അവർ നോക്കിയിട്ട് റെഡിയാക്കി പാസ്സാക്കിയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. മോദി ഈസ് നോട്ട് ഇൻ്റർവീനിങ് ഇൻ ഓൾ ദീസ് തിങ്സ്. ഒരുപക്ഷെ ആരെയെങ്കിലും സ്ഥാനാർത്ഥി ആക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ടാവും. എടാ മറ്റേ അവനുണ്ടല്ലോ, ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കച്ചറ ഉണ്ടാക്കിയ ചെറുക്കൻ, അവനുണ്ടോ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ? ഇല്ല ചേട്ടാ, അവൻ സ്ഥാനാർത്ഥിയൊന്നുമല്ല. അല്ല, അവനൊരു എല്ല് കൂടുതലാണ്, എനിക്കവനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അവിടെ ഇവിടെത്തെ സംഭവങ്ങൾ വെച്ച് പറയുന്നുണ്ടാവും. അതല്ലാതെ ഹൂവിൽ കുത്തി സുനിൽ എന്താ വിചാരിച്ച് 543 പേര് വെച്ചിട്ട് ചർച്ച ചെയ്യാൻ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല. അങ്ങനെ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. ബാക്കി എല്ലാ പരിപാടിയും നിർത്തിവെക്കുക, ഭൂലോകത്തെ സകല കണക്ഷൻസും നിർത്തിവെക്കുക, ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് മുഴുവൻ നിർത്തിവെക്കുക, എന്നിട്ട് ഈ ലിസ്റ്റും കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അദ്ദേഹത്തിൻ്റെ ഒപ്പ് അരുൺ സിംഗോ അങ്ങനെ എന്തോ ഓഫീസ് സെക്രട്ടറിയാണ് ഇതൊക്കെ ഒപ്പിട്ട് അനൗൺസ്മെൻ്റ് ആക്കി മാറ്റുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ വെരി ഈസിലി ബൈ BJP, ബട്ട് ദേ വിൽ ജസ്റ്റ് നോട്ട് ഡു ഇറ്റ്. ടി അതുപോലെ ഈ പത്തനംതിട്ടയിൽ നല്ലൊരു മത്സരം വരും, PC ജോർജ് സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ BDJS പറയുന്നു PC ജോർജ് പറ്റില്ല. ഇപ്പോൾ ഇന്ന് പോകുന്ന വാർത്ത ഗോവ ഗവർണറെ രാജിവെപ്പിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. ശ്രീധരൻപിള്ള അതിന് കൂട്ടുനീക്കിയില്ല. ശ്രീധരൻപിള്ള അത് ചെയ്യില്ല. ഈ ശ്രീധരൻപിള്ള ഗവർണർ സ്ഥാനം രാജിവെച്ച് കോട്ടയത്ത് മത്സരിക്കുന്നത് എന്തിന്? പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് എന്തിന്? പത്തനംതിട്ട ഒരു ഷുവർ സീറ്റല്ല.
എ കാറ്റഗറിയിൽപ്പെട്ട സീറ്റ് പോലും അല്ല. അത് എ കാറ്റഗറി ആകുന്നത് PC ജോർജ് മത്സരിക്കുന്നത് അതെ അതെ. ശ്രീധരൻപിള്ള മത്സരിച്ചാൽ അത് എ കാറ്റഗറി ആവില്ല. പക്ഷെ BDJസിനെ പേടിച്ചിട്ടാണെന്ന് പറയുന്നത്. BDJs എന്തിനാ? BDJസിന് എന്താ പത്തനംതിട്ടയിൽ സ്റ്റേക്ക് എന്താ? ജോർജിനോടുള്ള ശത്രുത. എന്ത് ശത്രുത എന്ന് പറയുന്നു. അവർക്കൊരു ശത്രുതയും ജോർജിനോടില്ല. ഈ ജോർജ് പത്തനംതിട്ടയിൽ ആ ഭാഗത്ത് അറിയപ്പെടുന്നത് കേശവൻ നായരെന്നാണ്. പലരും ധരിക്കുന്ന പോലെ ക്രിസ്ത്യാനികളുടെ വോട്ടല്ല, നായന്മാരുടെ വോട്ടാണ് ജോർജിന് കിട്ടാൻ പോകുന്നത് കൂടുതൽ. അതെ അതെ. ക്രിസ്ത്യാനികൾ ചിലപ്പോൾ എന്തെങ്കിലും സഭയോ അതോ ഇതൊക്കെ വെച്ചിട്ട് ഈ ജോർജ് ഒരു ഏക്കും വാക്കുമില്ല ചിലപ്പോൾ വർത്തമാനം പറഞ്ഞു കാണില്ല. അതിലും അല്പം മുറിവേറ്റ വൈദികരോ അവർ കുറച്ച് ഉറപ്പായിട്ട് കാണും. പക്ഷേ നായന്മാർ N ബ്ലോക്ക് കേശവൻ നായർ കൂട്ടി. കേശവൻ നായർ എന്നാണ് ജോർജിൻ്റെ പേര്. അത് ജോർജ് ഓർക്കപ്പുറത്ത് പറഞ്ഞു പോകാൻ ഞാൻ പണ്ടൊക്കെ എല്ലാവരും മതം മാറിയതല്ലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാനിന്നും അല്ല കേശവൻ നായരോ മറ്റുമായിട്ട് നടക്കേണ്ടതാണ് എന്ന് ജോർജ് ഒരിക്കൽ പറഞ്ഞു. അതോടെ കേശവൻ നായർ പേര് വീണു. വളരെ രസകരമാണ്. ജോർജ് അത് എൻജോയ് ചെയ്യുന്നത്. കേശവൻ നായർ എന്നുള്ള പേര് എന്നാന്ന് വെച്ചാൽ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോർജ് അത് എൻജോയ് ചെയ്യുന്നു. എന്തിനും BDJs അതിന് പാര വയ്ക്കണം? അതൊരു വലിയ ചോദ്യമാണ്. എന്തിന് ശ്രീധരൻപിള്ള പറഞ്ഞു? ഇത് ആരൊക്കെയോ ഏതൊക്കെയോ കേന്ദ്രങ്ങൾ ഈ പടച്ചുവിടുന്ന പ്ലാൻ ചെയ്യുന്നതാണ്. പ്ലാൻ ചെയ്ത് ന്യൂസ് ഒരു രസമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാധ്യമങ്ങളങ്ങ് കൊടുക്കുകയും ചെയ്യും. അതല്ലാതെ ഐ ഡോണ്ട് തിങ്ക്, ഐ എം 100% ഷുവർ ശ്രീധരൻപിള്ള രാജിവെച്ചിട്ട് ഇതിലേക്ക് വന്ന് ചാടാൻ പോകുന്നില്ല. അങ്ങനെ സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ശ്രീധരൻപിള്ളയെ പറ്റി പറയാൻ പറ്റും, പക്ഷേ അങ്ങനെ സാമാന്യ ബുദ്ധി ഇല്ലാത്തവനാണെന്ന് പറയുന്നു. അതങ്ങർക്കുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം ഗോവ ഗവർണറാണ്. അതിനു മുമ്പ് കേരളത്തിലെ ഹൈക്കോടതിയിലെ നമ്പർ 1 ക്രിമിനൽ കേസുകൾ വാദിക്കുന്നവരുടെ എണ്ണം എടുക്കുക. ആദ്യത്തെ 10 ഏതെങ്കിലും ഒരു നമ്പറിൽ ശ്രീധരൻപിള്ള ഉണ്ടാവും. അതെ. ഇറ്റ്സ് നോട്ട് ഈസി ടു അക്വയർ ദാറ്റ് പൊസിഷൻ. അതാണ് ശ്രീധരൻപിള്ള. ഹി വിൽ നോട്ട് ഡു ദിസ് ആൻഡ് നോബഡി വിൽ അഡ്വൈസ് ഹിം ടു ഡു ദാറ്റ്. ബട്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് BJPയുടെ ലിസ്റ്റ് താമസിക്കുന്നത് എന്തുകൊണ്ട്? അതിനൊരു ഉത്തരം BJPക്കാർക്ക് പോലും പറയാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക വരും. നമുക്ക് 3 ലിസ്റ്റുമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഇതിൻ്റെ അപകടം നോക്കൂ. കഴിഞ്ഞ തവണ ഗുരുവായൂരിലും പിന്നെ ഇവിടെ നമ്മുടെ തേയിലത്തോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് മൂന്നാർ ഏരിയ 2 സ്ഥലത്ത് ഒപ്പില്ലാതെ നോമിനേഷൻ പേപ്പർ കൊടുത്തു. ഇത് വരാൻ കാര്യം എന്താ? 3 മണിക്ക് നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന സമയം 2:50 കയറി ചെല്ലുന്നു, ധൃതി പിടിച്ചിട്ട് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒപ്പില്ലാത്തതുകൊണ്ട് ഇത് തള്ളി ഓടി ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിതിൽ ഇടപെടാൻ പാടില്ല എന്ന്. ആ പാവം നിവേദിത സുബ്രഹ്മണ്യൻ ബലിയാടായി. വല്ല കാര്യമുണ്ടായിരുന്നു? ഇത്രയും സമയം ഉണ്ടായിട്ട് നോമിനേഷൻ പേപ്പർ സമർപ്പിക്കാനുള്ള 3 മണിയുടെ തൊട്ട് മുമ്പ് 2:50 ആ സമയത്ത് ഒപ്പിടാൻ മറന്നു, പേപ്പർ എടുക്കാൻ മറന്നു. പിന്നെ ഒരാൾ ആഫീസിലേക്ക് ഓടി ലെറ്റർ ഹെഡ് എടുത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്ത് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി കയറ്റി അതിനിടയ്ക്ക് ഒപ്പിടാൻ മറന്നു. ഇങ്ങനെയൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട് അത് മനഃപൂർവ്വമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ പോയിട്ടില്ല. യു ഹാവ് ഇനഫ് ടൈം. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം BJPക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം. കഴിഞ്ഞ വർഷം 1 വർഷം കിട്ടുക അല്ലെ 2 വർഷം കിട്ടും നിങ്ങൾക്ക്. അല്ല, വടക്കേ ഇന്ത്യ പലയിടത്തും BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തുടങ്ങിയെന്ന് പറയുന്നു. തുടങ്ങി. അപ്പോൾ അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സത്യസന്ധമായിട്ട് പറയുന്നത്. ബട്ട് ഐ ആം ഒബ്സർവിങ് ഫോർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ് ഇവർ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇത് ചെയ്യുള്ളൂ. ലാസ്റ്റ് മിനിറ്റിൽ പരിചയമില്ലാത്ത ചില സ്ഥാനാർത്ഥികളും വരും. അതെ അതെ. ഇതുവരെ കേട്ടിട്ടേ ഇല്ലാത്ത ആളുകൾ. അതെ. അങ്ങനെയാണ് കോട്ടയത്തിന് നോബിൾ മാത്യു വന്നത്. ആർക്കും അറിയില്ല ഏതാ ഈ നോബിൾ മാത്യു. എന്നാൽ ഇദ്ദേഹം BJPയിൽ വന്നത് ആരാണ്? BJPയുടെ ജനസംഘകാലം മുതലുള്ള ആളാണ് അന്ന് കോട്ടയത്ത് ജനറൽ സെക്രട്ടറി ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ. ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഞാൻ വിളിച്ചു ചോദിച്ചു ആരാ ചേട്ടാ ഇത്? അറിയാമല്ലോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ സർപ്രൈസിങ് ആയിട്ട് കാൻഡിഡേറ്റ്സ് വരിക, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. BJP ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിള്ളേർ കളിയാണോ? അത് വളരെ പെട്ടെന്ന് അവർ ചെയ്യുമെന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇനി ഒട്ടും വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് വരട്ടെ. 3 ലിസ്റ്റുമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടിയിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.